ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വെക്കേഷനാണ്. അപ്പോൾ ഞങ്ങളിത് വെക്കേഷൻ്റെ ട്രിപ്പ്, ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് ഓർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എങ്ങോട്ടാ പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അതൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കാരണം തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞാൽ രസം അങ്ങോട്ട് പോകില്ലേ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഒരു ചെറിയ റിസോർട്ടാണ്, ആ റിസോർട്ടിൻ്റെ വീഡിയോസും കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അതെ, വെൽക്കം ടു അവർ ന്യൂ ട്രിപ്പ് ആൻഡ് ന്യൂ വ്ലോഗ് ഓഫ് AGP's വേൾഡ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഡെസ്റ്റിനേഷൻ ഞാൻ അങ്ങനെ തിരിയുമ്പോൾ ബാക്കിൽ പേര് വരും കേട്ടോ. ഇത് കണ്ടില്ലേ, ലേ ലീല റിസോർട്ടാണ്. ഇത് കുമരകത്താണ് കേട്ടോ ലേ ലീല റിസോർട്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് സ്റ്റേക്ക് ഇവിടെ വന്നതാണ്. ഞാനും വൈഫും കുട്ടിയുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിയിട്ട് പോയിട്ട് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ റിസോർട്ടിന് ചുറ്റും നടന്ന് ഇവിടുത്തെ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ലേ ലീലയുടെ ഉള്ളിയിട്ട് പോകാം. അതേ ലേ ലീല റിസോർട്ടാണ്. നമ്മൾ വേമ്പനാട് ലേക്കിന് സൈഡിലാണ് കേട്ടോ. കയറി നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ രസമുള്ള കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ലേ ലീല റിസോർട്ട്. അപ്പോൾ നമ്മളൊന്ന് ആദ്യം ചെക്ക് ഇൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ബാക്കി നമ്മൾ റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലേ ലീലയുടെ ഉള്ളിട്ട് കയറിട്ടാ. അപ്പോൾ ഇതാണ് റിസപ്ഷൻ. ഇതാ റിസപ്ഷൻ ഏരിയ കണ്ടോ. ഇത് ഫീഡ്ബാക്ക് എഴുതിയേക്കാനുള്ള ഫോമാട്ടോ, അല്ല സ്ഥലമാട്ടോ. ഫീഡ്ബാക്ക് എഴുതിയേക്കാം. അപ്പോൾ നല്ല രസമുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ. പിന്നെ ഇവിടെ സൈക്ലിങ് ഫ്രീ ആണ്. പിന്നെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്, അതൊരു മണിക്കൂറത്തേക്ക് ഫ്രീ ആണ്. അതാണ്ടോ ഏരിയ ഒക്കെ നോക്കി, അത്യാവശ്യം കൊള്ളാം കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കൊള്ളാമല്ലേ. ഇത് കായലിൻ്റെ വ്യൂ ഉള്ള റൂമാണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ അതും നല്ല രസമായിരിക്കും. ഇത് കണ്ട, നമ്മൾ നേരെ ചെന്ന് കയറുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കായലിൻ്റെ വ്യൂ കാണാം. ഞാൻ 5X കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കായലിൻ്റെ വ്യൂ ഉണ്ട്. ഇതൊക്കെ ഓരോരോ റൂംസാണ്. ഇതൊക്കെ ഓരോരോ റൂംസാണ്. കണ്ടോ, കായൽ വ്യൂ ഉള്ള റൂമാണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പം മുകളിലത്തെ നിലയിലാണെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ നോക്കി നമുക്ക് കായൽ കാണാം. ഇതാ കൊച്ചൊക്കെ കയറി പോകണം. അപ്പം മുകളിലാണ് നമ്മുടെ റൂം. ഇവിടെ ഇങ്ങനെ കുറേ ലോണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ കണ്ടോ, സ്വിമ്മിംഗ് പൂള് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ റൂമിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി. ഇപ്പോൾ റൂമിലേക്ക് കയറിപ്പോവാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി റൂമിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ. ഒരു ആക്ടിവിറ്റി വെച്ചേക്കണുണ്ടോ, ചെസ് കളിക്കാനുള്ള ഇത് വെച്ചിട്ടുണ്ട്. ചെസ് ബോർഡും കീസും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഒന്ന് കയറി കാണിച്ചു കേട്ടോ. അതാ 2004 ആണ് നമ്മുടെ റൂം നമ്പർ. ഇപ്പോൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെയാണ് റൂം. ഒരു ഡബിൾ കോട്ടും ഒരു സിംഗിൾ കോട്ടും വെച്ചിട്ടുണ്ട്. ഇതേ കൊച്ചൊക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ TV ഉണ്ട്. ഇതാ ഇവിടെയായിട്ട് ടീ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ടീ മേക്കറും പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ തലോണയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും തലോണയൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല. പിന്നെ ഇതാണ് വാഷ്റൂം. ഹായ്, ലൈറ്റൊക്കെ തന്നെ കഴിഞ്ഞു. ഇതാണ് വാഷ്റൂം. ഇത് കുളിക്കാനുള്ള ഏരിയയും ഇങ്ങനെ നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. വാഷ്റൂമൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി, ആ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിങ്ങനെ കായൽ കാണാം കേട്ടോ. ഇവിടെ നിന്നോട് സൂം ചെയ്ത് കാണിച്ചു തരാട്ടോ. ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കായൽ വ്യൂ കിട്ടും. സൂപ്പറാണ് കായൽ വ്യൂ. പിന്നെ ഇങ്ങേ സൈഡിൽ ഇവിടെ ഇതുപോലെ റൂം. ഇത് നമ്മുടെ ബാൽക്കണിയിൽ ഇരിക്കാനുള്ള ചെയർ. അപ്പോൾ ഇതൊക്കെയാണ് റൂമിലെ വിശേഷങ്ങൾ. ബാക്കി ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോയി നോക്കണം. പൂളിൽ ചാടണം. റെസ്റ്റോറൻറ്റ് 3:30 വരെ ഉള്ളൂ. അപ്പോൾ അവിടെയും പോയി നോക്കണം. ഗീവറിന് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവനെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോകണം. അവൻ സ്കൂളിൽ സ്വിം ചെയ്യാൻ പറഞ്ഞ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ അവന് ഈസി എന്ന് പറഞ്ഞാൽ പോയി നോക്കാം.
അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വൈകുന്നേരം 8:30 കഴിഞ്ഞാൽ പിന്നെ ക്ലോറിനേറ്റ് ചെയ്യും, പിന്നെ രാവിലെ 8:30 തുടങ്ങും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം സേഫാണെന്നാണ് പറഞ്ഞത്. പിന്നെ രാത്രി 6 മണി കഴിഞ്ഞാൽ പിന്നെ ഫുൾ സൈഡിൽ കൂടെ വലയിടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതും ഒരു സേഫാണ്. ഇനി നമുക്കിതേ ആ ബ്രിഡ്ജിൻ്റെ അവിടെ പോയി നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ റിസോർട്ടൊന്ന് ചുമ്മാ നടന്ന് കാണാൻ പോകാൻ കേട്ടോ. ഇതാ ഇവിടെ ഒരു ചെസ് ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ കളിക്കാം കേട്ടോ. നല്ല വലിയ ചെസ് ബോർഡാണ്. പിന്നെ നമ്മളൊന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാ ഗീവ് റൂട്ടും ദേ ഫ്രണ്ടിൽ പോവാണ്. അവന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവനെ ഇറക്കണം, കുറച്ച് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അവനെ ഇറക്കാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് എന്തൊക്കെയാണെന്ന് കാണാം. അതെ ഇതൊക്കെയാണ് നമ്മുടെ റൂമുകൾ കേട്ടോ. അതെ ഇങ്ങനെയൊക്കെ ഇരിക്കും നമ്മുടെ റൂമുകൾ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകണം. പിന്നെ ഇതാ ഗീവറ ഇപ്പം അങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടോ. ഇതാണ് ഇവിടെ പൂള് കണ്ടോ. തണുപ്പുണ്ടോടാ? പൂളിന് തണുപ്പൊന്നുമില്ല. പൂള് ഭയങ്കര നമുക്ക് അതിൻ്റെ അടുത്ത് പോയിക്കാം. പിന്നെ ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ ആ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകട്ടോ. ബാഗീറു ഇതവരുടെ റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞു, ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ഒന്ന് ഫുഡും കഴിക്കാം. എന്ത് അതെന്തിൻ്റെയോ ഫ്രൂട്ടാണ്. ഇതേടാ ഇതിലേ ഒന്ന് കയറി വയ്ക്ക്. ഒത്തിരി അങ്ങോട്ട് പോകണ്ട കേട്ടോ. കണ്ടോ, ഇതാണ് വേമ്പനാട്ട് കായൽ. കൈ പിടിച്ച് ഇവിടം വരെ പോയാൽ മതി. നീ ഇവിടെ നിൽക്ക്. ഇങ്ങനെ കണ്ടോ, എങ്ങനെയുണ്ടാ? മീനുണ്ട് അതിൻ്റെ അകത്ത്. ഇതാണ് കായൽ വ്യൂ കേട്ടോ. എങ്ങനെയുണ്ട് കായൽ വ്യൂ? അടിപൊളിയല്ലേ? അടിപൊളി വ്യൂ ആണ്. അതിലൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹൗസ് ബോട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഹൗസ് ബോട്ട്, കണ്ടില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അവിടെ വേറെ ഹൗസ് ബോട്ടുണ്ട്, നമുക്കൊന്ന് മാക്സിമം സൂം ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഇതൊരു ഹൗസ് ബോട്ടാണ് കേട്ടോ. 15x സൂമിലാണ് ഇത് അടിച്ചേക്കണേ. ഇങ്ങനെയാണ് നമ്മുടെ വ്യൂവ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഗീവർ എന്ത് എടാ ഇവിടെ നിന്ന് ഇരുന്ന് നോക്കിയാ ഞാൻ അവിടെ നിന്ന് ഇരുന്ന് നോക്കി, ചുമ്മാ ഇരുന്ന് നോക്ക്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇത് വേറൊരു കോട്ടേജ്, ഇത് ഇച്ചിരി കൂടിയ കോട്ടേജാണ്. അവിടെ ബോട്ട് വെച്ചിട്ടുണ്ട്, കയാക്കിങ്ങിന് പോകാനുള്ള ബോട്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ റിസോർട്ടിലെ കാഴ്ചകൾ. ഇതാ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കണ്ടോ. കൊച്ചങ്ങോട്ട് തിരിച്ചു പോയിട്ടാ, അവൻ തിരിച്ചു പോയി. നമുക്കപ്പോൾ ഇവിടെ ഇരുന്നുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കാം, കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരാനും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊന്നും വലിയ സീനൊന്നുമില്ല. അപ്പോൾ വേമ്പനാട്ട് കായലൊക്കെ കണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ആസ്വദിച്ച് ഇങ്ങനെ പോവാം. ഫാമിലിക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ്, ഒരു ദിവസത്തെ റിഫ്രഷ്മെൻറ്റ്, നമ്മുടെ വീട്ടിലെ സ്ഥിരം പരിപാടി, ജോലി കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒരു ദിവസത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി ജസ്റ്റ് വന്ന് നിൽക്കാൻ പറ്റിയൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. കുഴപ്പമില്ലാത്തൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പം വലിയ തെറ്റൊന്നുമില്ല. അവിടെ നിറച്ച റൂമും ഫില്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വന്ന് നിൽക്കാം, കായലൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ പോവാം. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. കുറേ ഫാമിലീസ് വരുന്നുണ്ട്. എല്ലാവരും രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നത്. പിന്നെ ഇനി ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ഓർഡർ ചെയ്തൊരു 40 മിനിറ്റ്സ് ഡിലേ ഉണ്ടാവും. അപ്പം പോകണം, പറയണം. വേറെ എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടോ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഹായ് ഗൈസ്, അപ്പോൾ ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. ഇലക്ട്രിക് സൈക്കിൾ ഒന്ന് ചവിട്ടാൻ പോകട്ടോ. ചവിട്ടി നോക്കട്ടെ. ഇലക്ട്രിക് സൈക്കിളാണ്. എങ്ങനെ പോകും? നീ ഇറങ്ങിക്കേ, നീന്തിക്കേ.
ആ നീന്ത് നീന്തിക്കടാ. അവൻ നീന്തണം, അവന് നന്നായിട്ട് നീന്താൻ അറിയാം. പിന്നെ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ അവൻ നീന്തിയിട്ടുള്ളൂ, ബാക്ക് സ്ട്രോക്കും ഇതൊക്കെ. അപ്പോൾ അവൻ നീന്തണം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ സ്വിമ്മിംഗ് പൂളിലെ പരിപാടികൾ. അപ്പം ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ ലേലിയിലേന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേലിയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ റൂംസ് ഒരു ഇച്ചിരിയോടെ ബെറ്റർ ആക്കായിരുന്നു. റൂം ബാത്റൂമൊക്കെ ഇച്ചിരി ബെറ്റർ ആക്കായിരുന്നു. ബട്ട് ഫുഡ്, അവിടുത്തെ സ്റ്റാഫ് അവരെല്ലാവരും അടിപൊളിയാണ്. അപ്പം ഇത് സ്റ്റേ ചെയ്യാനായിട്ട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്യാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ഫുഡ് സെറ്റപ്പാണ്, അവരുടെ സ്റ്റാഫിൻ്റെ ഒരു എന്താ പറയുക പെരുമാറ്റം കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പൂള് കൊള്ളാം, പിന്നെ കായൽ വ്യൂ ഒക്കെ അടിപൊളിയാണ്. റൂം അവർ റെനോവേറ്റ് ചെയ്യാൻ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫ്രം എജിപിസ് വേൾഡ്.